ഈ രണ്ട് 4 ചാനൽ മിക്സറുകളെക്കുറിച്ചുള്ള കുറേ അധികം വീഡിയോസ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ട ആൾക്കാർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ രണ്ട് മിക്സറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ രണ്ട് 4 ചാനൽ മിക്സറുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. ഇത് രണ്ടും ഇ സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ മിക്സറാണ്. ഇതേപോലെ തന്നെ പല കമ്പനികളും ഈ സെയിം മോഡൽ മിക്സറുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നോക്കുക, ഇത് മറ്റൊരു മിക്സറാണ്, പക്ഷേ ഇതിൻ്റെ പേര് ലിയോ കിങ് എന്നാണ്. ഈ രണ്ട് മിക്സറുകളും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല, രണ്ട് ഒറ്റ സാധനം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ പല കമ്പനികളും ഈ മോഡൽ മിക്സറുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ഈ മിക്സറുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഈ ചെറിയ മിക്സർ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് കോംബോ ജാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 3ഉം 4ഉം ചാനലിലേക്ക് വരുമ്പോൾ ഇവിടെ RCA ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റെക്കോർഡ് ഔട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് മെയിൻ ഔട്ട് എടുക്കാനായിട്ട് രണ്ട് ജാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ സ്വിച്ച് ഇവിടാണ്. ഈ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് പെൻഡ്രൈവും ബ്ലൂടൂത്തും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഓഫായിരിക്കുന്ന സമയത്ത് നമുക്ക് 3ഉം 4ഉം ചാനലായിരിക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇനി ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ചാനലിൽ ഗിറ്റാറൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ചാനൽ നമുക്ക് കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്താൽ ഉപയോഗിക്കാനായിട്ടൊരു 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ മിക്സറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കോംബോ ജാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ XLRും കണക്ട് ചെയ്യാം, ഫോണോയും കണക്ട് ചെയ്യാം. 3ഉം 4ഉം ചാനലിലേക്ക് വരുമ്പോഴാണ് മറ്റേ മിക്സറിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അവിടെ RCA ഇൻപുട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ വരാൻ നേരത്ത് ഫോണോ പിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഇൻപുട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3ഉം 4ഉം ചാനൽ ഇവിടെ ഒരു RCA ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് ഔട്ട് എടുക്കാനായിട്ട് ഒരു RCA ഔട്ട്പുട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഔട്ട് എടുക്കാനായിട്ട് ഇതേപോലത്തെ രണ്ട് കണക്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹെഡ്ഫോണിന് ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ സ്വിച്ച് ഇവിടാണ് വരുന്നത്. മറ്റേതിൻ്റെ പവർ സ്വിച്ച് റൈറ്റ് ചാനലിൻ്റെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുകൾ ഭാഗത്തെ വ്യത്യാസങ്ങൾ ഇതാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള വ്യത്യാസം താഴേക്ക് വരുമ്പോൾ നോക്കാം. ഇനി ഇവിടെ നമ്മൾ ചാനൽ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1, 2 ചാനലിന് ഇൻഡിവിജ്വൽ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ ചാനലിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ നമുക്കിത് 3ഉം 4ഉം ചാനലായിട്ട് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പെൻഡ്രൈവോ ബ്ലൂടൂത്തോ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾസായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ മിക്സറിലേക്ക് വന്നാലും അതുതന്നെയാണ്. ഇവിടെ 1, 2 ചാനൽ ഇൻഡിവിജ്വൽ കൺട്രോൾസ് ഉണ്ട്. 3ഉം 4ഉം ചാനൽ ഒന്നുകിൽ നമുക്കിത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡ്രൈവോ ബ്ലൂടൂത്തോ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺട്രോൾസായിട്ട് ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കൺട്രോൾസ് നോക്കുമ്പോൾ ഇവിടെ ഗെയിനുണ്ട്, അതേപോലെ ഹൈ ഉണ്ട്, ലോ ഉണ്ട്, FX, മെയിൻ വോളിയം കൺട്രോൾ. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിലില്ലാത്ത ഒരു സാധനം ഇതിനകത്തുണ്ട്. ഗെയിനുണ്ട്, ഹൈ ഉണ്ട്, മിഡുണ്ട്, ലോ ഉണ്ട്. ഈ മിഡ് മറ്റേ മിക്സറിലില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. മിഡ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി കേൾക്കാനായിട്ട് ഈ മിഡിൻ്റെ നോബ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. മറ്റേ രണ്ട് കൺട്രോൾസും നമ്മുടെ ചെറിയ മിക്സറിലുള്ളത് തന്നെയാണ്, FXും അതേപോലെ തന്നെ ഈ വോളിയം കൺട്രോളും. ഇനി മറ്റേ 3 ചാനലും ഇതുപോലെ തന്നെയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ FX ഇതിന് ഫിക്സഡ് ആണ്. ഇവിടെ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ FX എന്ന് പറഞ്ഞിട്ടൊരു നോബ് കൊടുത്തിട്ടുണ്ട്. FXനൊരു മെയിൻ കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മിക്സറിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പീറ്റ് ഉണ്ട്, FX ഉണ്ട്, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ കൺട്രോളാണ്. അതായത് നമുക്ക് ഹെഡ്ഫോൺ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. FXന് പ്രത്യേകമായിട്ടുള്ളൊരു മെയിൻ കൺട്രോൾ ഇതിലില്ല. എന്നാൽ ചെറിയ മിക്സറിൽ അതുണ്ട് താനും. ഇനി ഈ മിക്സറിൻ്റെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെഡ്ഫോൺ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെയിൻ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു നോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് നോബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ അറിയാനായിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിന് കുറച്ചുകൂടെ ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റും റൈറ്റും നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫെയ്ഡറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മറ്റേ മിക്സറിലാണെങ്കിൽ ഒറ്റ കൺട്രോളേ ഉള്ളൂ. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഒരുമിച്ചായിരിക്കും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇനി ചെറിയ മിക്സറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് FX ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. FX ഫിക്സഡ് ആണ്. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ മാത്രമേ നമുക്ക് ഇവിടെ സാധിക്കത്തുള്ളൂ. അതേപോലെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 99 FX ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുന്നതാണ് FXകൾ. 99 DSP എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ
വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ തന്നെ വെറുതെയാണ്. വലിയ കാര്യമൊന്നുമില്ല. അതേപോലെ നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ നോബ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല രീതിയിൽ എഫക്ട്സുകൾ കിട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലേക്ക് വന്നാൽ ഇവിടെ എഫക്ട്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ പെൻ ഡ്രൈവിൽ നിന്ന് പ്ലേ ചെയ്യാനും സാധിക്കും. ഇവിടെ സൗണ്ട് കാർഡെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൽ കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു സൗണ്ട് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ അത്ര സുഖകരമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇവത്തിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് സ്റ്റീരിയോ റെക്കോർഡ് ചെയ്യാനും പറ്റും. ലാപ്ടോപ്പിലാണെങ്കിലും സ്റ്റീരിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്സറിൽ നിന്നുള്ള ഓഡിയോ നമുക്ക് വീഡിയോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചെറിയ മിക്സറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെക്കോർഡ് ഔട്ട് എന്നുള്ള ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് ഐറിഗ് ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് റെക്കോർഡ് ചെയ്യാം. പക്ഷേ മോണോ റെക്കോർഡിംഗ് ആണ് അവിടെ സാധ്യമാകുക. നോയ്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മിക്സറുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. രണ്ട് മിക്സറും 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അഡാപ്റ്റർ എടുത്ത് ഇതിന് കുത്തിയാലും ഇതിൻ്റെ അഡാപ്റ്റർ അതിന് കുത്തിയാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് വേണ്ടത്. വണ്ടിയിലൊക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ തന്നെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അതൊക്കെ കാണാവുന്നതാണ്. ഈ രണ്ട് മിക്സറും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ ഒരു പീസ് മാത്രമേ ഇനി സ്റ്റോക്കുള്ളൂ. ഇത് എത്ര പീസ് വേണമെങ്കിലും തരാം, യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൻ്റെ വിലയായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതിന് 3400 രൂപയും ഇതിന് 4500 രൂപയാണ്. ഇത് നിങ്ങൾക്ക് വിറ്റിട്ട് വെറുതെ അങ്ങ് പോവുമല്ല. ഇത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ട സർവ്വതരത്തിലുള്ള ട്രെയിനിങ് നമ്മൾ തരുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇനി ഇതിന് മേടിച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻറ്റുകളൊന്നും ഇതേവരെ നമ്മൾ വിറ്റ സാധനങ്ങൾക്കോ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കോ ഇതേവരെ വന്നിട്ടില്ല. ഇത് വളരെ റഫായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മഴയത്ത് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിന് പ്രശ്നം വരുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്നുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക.